സഹ്ൽ ഇബ്നു അബ്ദില്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു ഖുറാസാനിലെ തുസ്തറിൽ ഹിജ്റ 201 ജനിച്ച മഹാനായ സഹ്ൽ ഇബ്നു അബ്ദില്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു. തുസ്തർ അവിടെയാണ് അവരുടെ മക്കാനുൽ മീലാദ് ബിതുസ്തർ ഫി ബിലാദി ഖുറാസാൻ, ഇറാനിന്റെ പ്രദേശങ്ങളാണ്, ഇന്നത്തെ അഫ്ഗാനിന്റെ ഭാഗങ്ങൾ. ബഹുമാനപ്പെട്ട സഹ്ൽ ഇബ്നു അബ്ദില്ലാഹി തങ്ങൾ 3 വയസ്സുള്ള കുട്ടിയായിരുന്നപ്പോ, 3 വയസ്സുണ്ടായിരുന്നപ്പോഴാണ് കുൻതു അഖൂം ബില്ലൈൽ അൻദുർ ഇലാ സ്വലാത്തി ഖാലി മുഹമ്മദ് ബിൻ സിവാർ, എന്റെ ഉമ്മയുടെ സഹോദരൻ അല്ലാമ മുഹമ്മദ് ബിൻ സിവാർ റഹ്മഹുല്ലാഹ് എഴുന്നേറ്റ് രാത്രികാലത്ത് നിസ്കരിക്കുമ്പോ അത് കാണാൻ വേണ്ടി ഞാൻ എഴുന്നേൽക്കാറുണ്ട്. 3 വയസ്സുള്ള സഹ്ൽ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു, മുഴുവൻ പേര് സഹ്ൽ ഇബ്നു അബ്ദില്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു. 3 വയസ്സുള്ളപ്പോഴേ നിസ്കരിക്കാൻ അറിയൂല, പക്ഷെ നിസ്കാരത്തിന്റെ മധുരം കാണാൻ ഞാനൊന്ന് എഴുന്നേറ്റ് നിൽക്കും. ഉറക്കത്തുനിന്ന് പാതിരാക്കി എഴുന്നേൽക്കുന്ന കുട്ടിയെ പറ്റി ആലോചിച്ച് നോക്കി. അങ്ങനെ എഴുന്നേറ്റിരുന്നപ്പോ കാണുന്നത് നിസ്കരിക്കുന്നതാണ്. സീരിയൽ കാണുന്ന ഉമ്മയല്ല കുഞ്ഞിവിടെ കാണുന്നത്, അല്ലേ? ടിവിയിലേക്ക് നോക്കി ചാനൽ മറിച്ചുകൊണ്ടിരിക്കുന്ന വാപ്പയുടെ ചിത്രമല്ല സഹ്ൽ ഇബ്നു അബ്ദില്ലാഹി തങ്ങൾ കാണുന്നത്. നിസ്കരിക്കുന്ന മഹാനായ മുഹമ്മദ് ബിൻ സിവാർ റഹ്മഹുല്ലാഹയെ കാണുമ്പോ എന്റെ കാക്ക എന്നോട് പറഞ്ഞു, ഉമ്മയുടെ സഹോദരൻ എന്റെ ഖാൽ അമ്മാവൻ എന്നോട് പറഞ്ഞു, യാ സഹ്ൽ, സഹ്ലേ അലാ തദ്കുറുല്ലാഹ്, സഹ്ലേ നിങ്ങൾക്ക് അല്ലാഹുവിനെ ഓർക്കണ്ടയോ? സഹ്ലേ നിങ്ങൾക്ക് അല്ലാഹുവിനെ ഓർമ്മ വരണ്ടയോ? സഹ്ലേ പറഞ്ഞു, കൈഫ അദ്കുറു, എങ്ങനെയാ ഞാൻ അല്ലാഹുവിനെ ഓർക്കുന്നത്? 3 വയസ്സുള്ള കുട്ടിയാണ് ഈ മറുപടി പറയുന്നത്. നിസ്കരിക്കുമ്പോ കുട്ടിക്ക് നിസ്കരിക്കാൻ അറിയില്ല, പക്ഷെ എഴുന്നേറ്റിരിക്കാവാ. അമ്മാവൻ നിസ്കരിക്കുന്നത് കാണാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. 3 വയസ്സുള്ളപ്പോ തുടങ്ങിയതാണ്. പാതിരാത്രി നിസ്കാരം, ഇശാവും മഗ്രിബൊന്നുമല്ല, രാത്രിയിലെ ഉറക്കത്തിന് എഴുന്നേറ്റുള്ള നിസ്കാരമാണ്. എന്നോട് പറഞ്ഞു, മോനെ സഹ്ലേ, നിങ്ങൾക്ക് പറഞ്ഞുകൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു മഈ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു എന്റെ കൂടെയുണ്ട്, അല്ലാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലാഹു എന്റെ സാക്ഷിയാണ്, അല്ലാഹു ഞാൻ എന്ത് ചെയ്യുന്നുണ്ടോ അതിന്റെയൊക്കെ സാക്ഷി അല്ലാഹുവാണ്. ഇത് മോനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞോളൂ. ഫീ തഖല്ലുബിക ഫീ സിയാബിക, മോൻ അവിടെ കടന്ന് ഉരുണ്ട് മറിഞ്ഞ് വസ്ത്രത്തിൽ കളിക്കുമ്പോ ഹൃദയത്തിൽ ഇങ്ങനെ പറയണം, സഹ്ലേ അല്ലാഹു മഈ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി. ഇത് മോനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞൂടെ? ഞാനത് പറയാൻ തുടങ്ങിയപ്പോൾ എന്റെ അമ്മാവനോട് പറഞ്ഞു, സഹ്ലേ അത് നിങ്ങൾക്കിനി നാവ് കൊണ്ട് പറയാൻ നേരമായില്ലേ? പറഞ്ഞോളൂ, അല്ലാഹു മഈ, അല്ലാഹു എന്റെ കൂടെയുണ്ട്, അല്ലാഹു നാദിരി, അല്ലാഹു എന്നെ നോക്കുന്നുണ്ട്, അല്ലാഹു ഷാഹിദി, അല്ലാഹു എന്റെ സാക്ഷിയാണ്. ഇത് മനസ്സുകൊണ്ട് പറഞ്ഞു നടന്നിരുന്ന സഹ്ലേ ഇനി നാവ് കൊണ്ട് പറയണം. എന്നോട് പറയാൻ പറഞ്ഞു, ഫീ കുല്ലി ലൈലത്തിൻ 3 മർറാത്ത്, എല്ലാ രാത്രിയിലും ഒരു 3 പ്രാവശ്യം മോന് പറഞ്ഞൂടെ? കുട്ടിക്ക് 4 വയസ്സായിട്ടുണ്ടപ്പോഴേക്കും എല്ലാ രാത്രിയിലും എഴുന്നേറ്റ് നിന്ന് പറയും 3 പ്രാവശ്യം, അല്ലാഹു മഈ, അല്ലാഹു എന്റെ കൂടെയുണ്ട്, അല്ലാഹു നാദിരി, അല്ലാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാഹു ഷാഹിദി, അല്ലാഹു എന്റെ സാക്ഷിയാണ്, അല്ലാഹു എന്റെ കൂടെയുണ്ട്. ഓർക്കണം മുഅ്മിനെ, സത്യവിശ്വാസി ചെറുപ്പക്കാരികളെ, എപ്പോഴും ഓർത്തോളൂ. നിങ്ങളുടെ വാപ്പയെ മറച്ചു വെച്ച് നിങ്ങൾക്ക് പല കളിയും കളിക്കാൻ പറ്റിയേക്കും, ഉമ്മയെ മറച്ചു വെച്ച് പല കളിയും കളിക്കാൻ പറ്റിയേക്കും. തഹജ്ജുദ് നിസ്കരിക്കാനാണെന്ന പേര് പറഞ്ഞ് ഉമ്മയിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങി പാതിരാ നേരത്ത് തന്റെ കാമുകനെ മിസ് കോൾ അടിക്കുന്ന പെൺകുട്ടി, നീ പറയണം, അല്ലാഹു മഈ, അല്ലാഹു എന്റെ കൂടെയുണ്ട്, അല്ലാഹു നാദിരി, താഴെ ബെഡ്റൂമിലോ മറ്റെവിടെയോ കിടക്കുന്ന എന്റെ വാപ്പയോ ഉമ്മയോ എന്നെ കണ്ടില്ലെങ്കിൽ പോലും അല്ലാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാഹു ഷാഹിദി, നീ ചെയ്യുന്ന സർവ്വ തോന്നിവാസമാണെങ്കിൽ അത് നന്മയാണെങ്കിൽ നന്മ, അതിന് സാക്ഷി അല്ലാഹു ആണെന്ന് പറയണം സഹ്ലേ എന്ന് സഹ്ൽ ഇബ്നു അബ്ദില്ലാഹി തുസ്തരി റഹ്മഹുല്ലാഹയുടെ അമ്മാവൻ പഠിപ്പിച്ചു കൊടുത്തു. സഹ്ലേ ഇനി എല്ലാ രാത്രിയിലും ഇത് 7 പ്രാവശ്യം പറയണം. 7 പ്രാവശ്യം ഈ കുട്ടിയെ പഠിപ്പിക്കുക. ഇതാണ് തർബിയത്ത്. മക്കളെ പഠിപ്പിക്കണം മുഅ്മിനെ, മക്കളെ വളർത്തണം.
മക്കൾ ഇങ്ങനെ വളരാണെന്ന്, ഷവർമ തിന്ന് വളരാൻ, അല്ലെ, KFC ഒക്കെ തിന്നിങ്ങനെ വളരാൻ. മക്കളെ വളർത്തുന്നുണ്ടോ വാപ്പമാർ? ഉമ്മമാരെ വളർത്തിയിട്ടുണ്ടോ? കുട്ടികൾക്കെന്താ പൈസ അങ്ങനെ അയച്ചു കൊടുക്കുന്നു. മദ്രസ 2ാം ക്ലാസ് എത്തിയപ്പോഴേക്കും കുഞ്ഞിന്റെ കയ്യിൽ ഫോൺ കൊടുത്തു, അല്ലേ? അപ്പോഴേക്കും iPad വന്നു, iPhone വന്നു, അല്ലെ? എന്തെല്ലാം സംവിധാനങ്ങൾ, ലാപ്ടോപ്പുകൾ മേടിച്ചു കൊടുത്തു. എന്ത് വേണോ എല്ലാം മേടിച്ചു കൊടുത്ത വാപ്പ, നീ ചെയ്തത് തർബിയത്തല്ല, ഇതൊരു വേലക്കാരിക്ക് ചെയ്യാൻ പറ്റുന്ന വിഷയമാണ്. ഉമ്മ നിന്റെ കുഞ്ഞിന് നീ ഇഷ്ടമുള്ള മനോഹരമായ വസ്ത്രങ്ങൾ, ടെക്സ്റ്റൈൽസ് മുഴുവനും കയറിറങ്ങി മേടിച്ചു കൊടുത്തത് നീ ചെയ്ത തർബിയത്തല്ല പെണ്ണേ. അതല്ല മക്കളെ വളർത്തുക എന്ന് പറഞ്ഞാൽ. മക്കൾക്ക് മനോഹരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് തർബിയത്തല്ല, അത് വേലക്കാരനും വേലക്കാരിക്കും റെസ്റ്റോറന്റുകാരന് ചെയ്യാൻ പറ്റുന്ന പണിയാണ്. തെറ്റുകൾ സംഭവിക്കുമ്പോൾ ഇത് തെറ്റാണ് മോനെ, ചെയ്യല്ലേ എന്ന് പഠിപ്പിച്ചോ? നന്മകൾ ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടോ? ഇതൊരു വാപ്പയും ഉമ്മയും ചെയ്തില്ലെങ്കിൽ ഈ കുറ്റത്തിന്റെ പരിഹാരം, ഈ കുറ്റത്തിന് എങ്ങനെയാണ് അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയാ? മക്കളെ വളർത്തണ്ടേ? മക്കൾക്ക് തർബിയത്ത് ചെയ്തിട്ടുണ്ടോ? ഇന്നതാണ് നന്മ, ഇന്നതാണ് തിന്മയെന്ന് മക്കളെ പഠിപ്പിച്ചു കൊടുത്ത് 15 വയസ്സ് വരെ പഠിപ്പിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. 15 വയസ്സ് കഴിഞ്ഞിട്ട് മക്കൾ പിഴച്ചുപോയാൽ അവരും അല്ലാഹുവും തമ്മിലാണ്. 15 പോലും വേണ്ട. നമ്മുടെ സ്കൂളുകളിൽ 10th 9th കഴിഞ്ഞ മക്കള്, +1 +2 കഴിഞ്ഞാൽ അവരും അല്ലാഹുവും തമ്മിലാണ് പിന്നെ പ്രശ്നം. വാപ്പയോട് പിന്നെ ചോദ്യമില്ല 11 വരെ. ഈ മക്കൾക്ക് ബോധമാകുന്നവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വാപ്പ ഉമ്മ നിനക്ക് സുരക്ഷിതമായി കിടന്നുറങ്ങാം, നിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞു. അത് ചെയ്യാത്ത വാപ്പയോടാണ് ഞാൻ പറയുന്നത്, അത് ചെയ്യാത്ത ഉമ്മയോടാണ് പറയുന്നത്. എന്ത് തർബിയത്താണ് നമ്മളെ മക്കൾക്ക് കൊടുത്തത്? ഉറങ്ങാൻ മനോഹരമായ ബെഡ് മേടിച്ചു കൊടുത്തതോ? മനോഹരമായ കംഫർട്ട് മേടിച്ചു കൊടുത്തതോ? കമ്മ്യൂണിക്കേഷന് ആവശ്യമായ ഡിവൈസുകൾ വാങ്ങിച്ചു കൊടുത്തതോ? ഇതാണോ തർബിയത്ത്? അതിന്റെ പേരിൽ ഈ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നാണക്കേടുകൾ എത്രയാണ്! എവിടെയാണ് ഇതൊക്കെ കൊണ്ടുപോയി വെക്കുക? ഈ പാപഭാരം, അപമാനത്തിന്റെ കഥകൾ, സങ്കടപ്പെടുത്തുന്ന കഥകൾ, ചീഞ്ഞിനാറുന്ന കഥകൾ ആരോട് ചെന്ന് പറയണം? ആരാണ് ഇതിന് ഉത്തരവാദികൾ? സഹലേ, നിങ്ങൾ ഓരോ രാത്രിയിലും 7 പ്രാവശ്യം പറയണേ, അല്ലാഹു മഈ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദീൻ. ഞാൻ 7 പ്രാവശ്യം പറയാൻ തുടങ്ങി. എന്നിട്ട് എന്റെ അമ്മാവനോട് ചെന്ന് പറഞ്ഞു കൊടുത്തു, അമ്മാവാ ഞാനിത് പറയാൻ തുടങ്ങിയിട്ടുണ്ട് 7 പ്രാവശ്യം. എന്നിട്ട് എന്നോട് പറഞ്ഞു, യാ സഹലേ ഖുൽ ഫീ കുല്ലി ലൈലത്തിൻ 11 മറ. ഇനി എല്ലാ രാത്രിയിലും 11 പ്രാവശ്യം പറഞ്ഞൂടെ ഈ വാക്കുകൾ? അല്ലാഹു മഈ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദീ. ഈ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടണം, ഇത് ഖൽബിലേക്ക് കയറണം. എന്നിട്ട് ജീവിതത്തിന്റെ പ്രവർത്തനത്തിൽ അത് കാണാൻ പറ്റണം. അപ്പോഴാ ഒരു ഇൽമു നാഫിഅ എന്ന് പറയാം. അല്ലാഹു ഉപകാരപ്പെടുത്തി എന്ന് പറഞ്ഞ ഇൽമ അതാണ്. അല്ലാതെ കുറെ പഠിക്കാനൊക്കെ അറിയാത്തത്, കുറെ വായിച്ചുണ്ടാക്കിയാൽ പഠിക്കാൻ പറ്റൂലേ? കുറെ വായിച്ചാൽ അത് പറയാൻ പറ്റൂലേ? അതല്ലല്ലോ ഇൽമ. ഉപകാരപ്പെടണം, ജീവിതത്തിൽ മാറ്റം വരണം. 11 പ്രാവശ്യം പറയാൻ തുടങ്ങിയപ്പോ എന്റെ അമ്മാവനോട് ഞാൻ പറഞ്ഞു, മഹാനായ മുഹമ്മദ് ബിൻ സിവാർ, ഞാൻ 11 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ രാത്രിയിലും. ആ കുട്ടിക്കപ്പോൾ 6 വയസ്സാണ്. 6 വയസ്സുള്ളപ്പോൾ 11 പ്രാവശ്യം പറയാൻ തുടങ്ങി. എന്റെ ഹൃദയത്തിന് പിന്നെ ഒരു മാധുര്യം വരാൻ തുടങ്ങിയത് പറയാതെ ഉറക്കം വരാതെയായി. എന്റെ ഹൃദയത്തിൽ ഒരു മധുരം വന്നു തുടങ്ങി. നിരന്തരമായി പറയുമ്പോൾ ഒരു മധുരം വരാനുണ്ട്. അല്ലാഹുവിനോട് ബോധത്തോടുകൂടെ പറയുമ്പോൾ ഒരു മധുരം വരാനുണ്ട്. എന്റെ ഹൃദയത്തിൽ ഒരു മധുരം വരാൻ തുടങ്ങി. ഞാനത് സ്നേഹത്തോടെ പറയാൻ തുടങ്ങി. അല്ലാഹു മഈ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദീ. മധുരം വരാൻ തുടങ്ങി. ഈ മധുരമാണ് നമുക്ക് ലഭിക്കാതെ പോയത്.